ഫസ്റ്റ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അർഡിനോ ബ്ലിങ്ക് ചെയ്യുന്ന കോഡും പിന്നെ അതിൻ്റെ മറ്റേ ഡിജിറ്റൽ റൈറ്റ് വെച്ചിട്ടും പിന്നെ അനലോഗ് റൈറ്റ് വെച്ചിട്ടും അതിനെപ്പറ്റി ലൈറ്റ് ബ്ലിങ്കിങ്ങും ലൈറ്റ് ഡിമ്മിങ്ങും അതിൻ്റെ കുറച്ച് കോഡിങ് എല്ലാം പറഞ്ഞു തരാൻ പോവാണ്. അതിൻ്റെ അർത്ഥം അത് ആ ഫങ്ഷൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും പിന്നെ അതെന്ത് ആ കോഡിന് ആ സ്ട്രിപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞു തരാനാണ് ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പം ആദ്യമേ തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ അനലോഗ് ഡിജിറ്റൽ സിഗ്നൽസ് എന്താണോ അതെന്ന് നോക്കാം. ഇപ്പം ഈ അനലോഗ് സിഗ്നൽസ് എന്ന് പറയുന്നത് നോക്കിക്കോ, ഈ ഒരു സെറ്റ് ഓഫ് റേഞ്ച്. ഇപ്പം നമുക്ക് ഒരു സൈൻ വേവ് എടുത്തു കഴിഞ്ഞാൽ ആ സൈൻ വേവിൻ്റെ മാക്സിമം വാല്യൂ -1ഉം മാക്സിമം വാല്യൂ +1ഉം മിനിമം വാല്യൂ -1ഉം അല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് ഏത് വാല്യൂസ് വേണമെങ്കിലും അതിനെ അറ്റൈൻ ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പം ഇപ്പോൾ 0.1 ആവാം, വേണമെങ്കിൽ -0.1 ആവാം, ഏത് വാല്യൂസ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം ആ ടൈപ്പ് ഒരു സിഗ്നൽസിനെ പറയുന്നവരാണ് അനലോഗ് സിഗ്നൽസ്. ഇതിപ്പോൾ നമ്മളിവിടെ അനലോഗ് സിഗ്നൽസിന് ഇവിടെ വേരി ചെയ്യുന്നത്, നമ്മുടെ ആർഡിനോയിൽ വേരി ചെയ്യിപ്പിക്കുന്നത് വോൾട്ടേജിനെയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അനലോഗ് റൈറ്റ് എന്നൊക്കെ കൊടുക്കാൻ നേരത്ത് ഒരു വാല്യൂ സെറ്റ് ചെയ്ത് എഴുതും, ഒരു വാല്യൂ. അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ വാല്യൂ അനലോഗ് റൈറ്റ് ഒരു വാല്യൂ എഴുതും. അപ്പം അത് ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ ആർഡിനോയ്ക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന വോൾട്ടേജ് 5 വോൾട്ടാണ്. ആ 5 വോൾട്ടിനെ നമ്മൾ മറ്റേ അനലോഗായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കാണും. ആ വാല്യൂയിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഗ്രാഫ്. അതിൻ്റെ മാക്സിമം മിനിമം വാല്യൂസ് വെച്ച് ഒരു ഗ്രാഫുണ്ട്, നമ്മളത് നോക്കണം. പിന്നെ നോക്കാനുള്ളത് ഡിജിറ്റൽ സിഗ്നൽസ് എന്താണെന്നാണ്. ഇപ്പം ഒരു 0-1, ഇപ്പം ബൂളിയനിലാണെങ്കിൽ 0-1 അല്ലെങ്കിൽ ട്രൂ ഒന്നെങ്കിൽ ഫാൾസ്, ആ രീതിയിലാണ് ഡിജിറ്റൽ സിഗ്നൽസ് പോകുന്നത്. ഒന്നെങ്കിൽ 0 വോൾട്ട് ആവാം അല്ലെങ്കിൽ 5 വോൾട്ട് ആവാം, അങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾ ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം. ഈ 5 വോൾട്ട് പോയിട്ട് പിന്നെ ഒറ്റ സ്ട്രൈറ്റ് ജമ്പ്, വേറെ വാല്യൂസിലൊന്നും ജമ്പ് ആവുന്നില്ല, നേരെ ഡയറക്റ്റ് 0 വോൾട്ടിലോട്ടാണ് പോകുന്നത്. 0 പിന്നെ വീണ്ടും 5 വോൾട്ട്, പിന്നെ 0 വീണ്ടും പോകുന്നു, വീണ്ടും 5 വോൾട്ട്. അങ്ങനെ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 5, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 5. ഇത് ഉദ്ദേശിക്കുന്നത് പറയുമ്പം 0-1 ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറയുമ്പം ഒന്നെങ്കിൽ 0 ആണ് എസ്, ഒന്നെങ്കിൽ 0 എന്ന് പറയുമ്പോൾ ഫാൾസ്, മറ്റേ 1 എന്ന് പറയുമ്പോൾ ട്രൂ ഓർ ഫാൾസ്, ഏതെങ്കിലും ഒന്നാണ്. ആ രീതിയിലാണ് ഡിജിറ്റൽ സിഗ്നൽസ് പോകുന്നത്. എപ്പോഴും 0-1 എന്ന് പറഞ്ഞ ഒരു ക്രൈറ്റീരിയയിലാണ് പോകുന്നത്. അപ്പം നിങ്ങൾ കോഡ് ചെയ്യാൻ നേരത്ത് ഹൈയും ലോയും കാണുമായിരിക്കും. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഹൈ എന്ന് പറയുന്നത് 5 വോൾട്ട് എന്ന് പറയുമ്പോൾ ആർഡിനോ സപ്പോർട്ട് ചെയ്യുന്ന 5 വോൾട്ടിലാണ്. അപ്പം നമ്മൾ ആർഡിനോയിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഹൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5 വോൾട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 വോൾട്ട് എന്ന് പറയുമ്പോൾ അവിടെ വോൾട്ടേജ് ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ അനലോഗ് സിഗ്നൽസിനകത്ത് ഈ വേരി ചെയ്ത് പോകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വോൾട്ടേജ് ഇവിടെ അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേണമെങ്കിൽ 5 വോൾട്ട് അറ്റൈൻ ചെയ്യാം, ഇവിടെ ടോപ്പിൽ പീക്കിൽ 5 വോൾട്ട് അറ്റൈൻ ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ ഏകദേശം 2 വോൾട്ട് 3 വോൾട്ട് 0 വോൾട്ട് ഇഷ്ടമുള്ള വോൾട്ടേജ് അറ്റൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന വാല്യൂ കണക്കിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റേ ഇവിടെ സിഗ്നൽ ഡിജിറ്റൽ പിന്നിൽ കണക്ട് ചെയ്യാൻ നേരത്ത് ഈ PWM പിൻസിൽ മാത്രമേ നമുക്ക് അനലോഗ് സിഗ്നൽസ് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് PWM എന്നിട്ടൊരു ഒരു വേവിൻ്റെ ചിഹ്നം ഇട്ടേക്കുന്നത്. അത് നോക്കിയാൽ മതി. മറ്റേ ഒരു വേവ് സൈൻ ഉള്ളതിനകത്ത് മാത്രമേ ഈ അനലോഗ് സിഗ്നൽസ് നമുക്ക് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു സൈൻ വേവ് PWM പിൻസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആർഡിനോയിലെ ഡിജിറ്റൽ പിൻസിൽ എഴുതിയിട്ടേക്കുന്നത്. അപ്പോൾ അതിനെ കാണിച്ചു തരാം. അപ്പം ആ ഡിജിറ്റൽ പിൻസ് കാണിക്കാൻ പറ്റുന്നതാണ്ട. ഇപ്പം നിങ്ങളിത് ശ്രദ്ധിക്കാൻ നേരത്ത് നോക്കിക്കോ, TXRX അല്ല PWM എന്ന് പറഞ്ഞിട്ടൊരു സൈൻ വേവിൻ്റെ പടം കണ്ടില്ലായിരുന്നോ? ഇപ്പോൾ ഈ 3 എന്ന് പറഞ്ഞ പിന്നിലും 5 എന്ന് പറഞ്ഞ പിന്നിലും 6 എന്ന് പറഞ്ഞ പിന്നിലും പിന്നെ 10, 9, 11, ഇപ്പോൾ ഇത്രയും പിന്നിലാണ് പൾസ് വിത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞ സംഭവം സപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ അനലോഗ് റൈറ്റ് എന്ന് പറയുമ്പോൾ അനലോഗ് റൈറ്റ് ഇതിനകത്ത് മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ. നിങ്ങൾ വേറെ ഏത് പിന്നിൽ അനലോഗ് റൈറ്റ് ഇട്ട് ചെയ്താലും സംഭവം വർക്കാവത്തില്ല. അപ്പോൾ നിങ്ങൾ അതിന് എക്സാമ്പിൾ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ ഡിജിറ്റൽ റൈറ്റ് ബേസിക്കായിട്ട് ഡിജിറ്റൽ റൈറ്റ് എന്നു പറഞ്ഞു തരും. എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1, ആ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു LED ലൈറ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടിരുന്നാൽ മതി. അപ്പം ഈ ലൈറ്റിന് നിങ്ങളിത് സിമുലേഷൻ ചെയ്ത് നോക്കണം. ഈ സൈറ്റ് അറിയാമല്ലോ. പിന്നെ നോക്കിക്കോ, ഒരു റെസിസ്റ്റർ എടുത്ത് വെക്കണം. കാര്യം അതിന് കിലോ വേണ്ട, വെറും ഓം മതി. 220 എല്ലാവരും സാധാരണ കൊടുക്കാറുള്ളത്. 220 ഓം കണക്ട് ചെയ്തു. എന്നിട്ട് ഈ 13 നമ്മുടെ ഹൈ വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് പറയാൻ 5 വോൾട്ട്. നിങ്ങൾക്ക് ഒരു ബാറ്ററി ആണെങ്കിൽ പ്ലസും മൈനസും ഇല്ലേ, അതേ കണക്ക് ആർഡിനോയിൽ ഈ പിന്നിലാണ് പോകുന്നത്. മൈനസ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രൗണ്ട് ആയിരിക്കും. ഒരു ലൈറ്റ് കണക്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു കാഥോഡും ഒരു ആനോഡും കാണും. ഒരു പ്ലസ് ഒരു പോസിറ്റീവും കാണും, ഒരു പ്ലസും ഒരു മൈനസും കാണും. ലൈറ്റ് നോക്കാൻ നേരത്ത് ഇലക്ട്രോണിക്സ് നമുക്ക് അറിയാം.
അപ്പം നിങ്ങളത് നോക്കണമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇത്രയും പിൻസ് എന്ന് പറയുമ്പോൾ 0 to 13 പിൻസാണ് ഇതിൻ്റെ പോസിറ്റീവായിട്ട് വരുന്നത്. കാര്യം അവിടെയാണ് സിഗ്നൽ വന്ന് നിൽക്കുന്നത് എന്ന് പറയുമ്പം 5 വോൾട്ടേജ് നിൽക്കുന്നത്. എന്നിട്ട് അത് നേരെ റെസിസ്റ്ററിൽ പോയിട്ട് റെസിസ്റ്റർ അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. കാര്യം ഈ LED ലൈറ്റ് ഏകദേശം കുറച്ച് കറണ്ടും വോൾട്ടേജ് കുറച്ച് മതി ഇതിന്. എത്ര 5 വോൾട്ട് ഫുള്ളും വേണ്ട, ഇത് ആ ലൈറ്റ് LED അല്ല. അപ്പം നേരെ ഇതിൻ്റെ ടെർമിനൽ വന്ന് ഇവിടെ കൊടുത്തിട്ട് ഇച്ചിരി ഞാൻ ഈ റഫായിട്ടാണ് ചെയ്യുന്നത്, ഇവിടെ കൊടുക്കുന്നു. പിന്നെ അടുത്ത സെറ്റ് വന്നിട്ട് ഇതെപ്പോഴും ഇതിൻ്റെ നെഗറ്റീവ് സൈഡാണത്. ഈ നെഗറ്റീവ് എപ്പോഴും ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പിന്നിലോട്ടാണ് പോകേണ്ടത്. കണ്ടത് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, കുറേ അടുത്ത് ഗ്രൗണ്ട് കാണും. ഇവിടെ മാക്സിമം കൊടുക്കാനാണ് ഒരു വൃത്തി. വേണമെങ്കിൽ ഇഷ്ടമുള്ള ഗ്രൗണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ 2 പവർ പിൻസിലാണ് കണ്ട 2 ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ 2 ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ബ്രെഡ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ കോമൺ ഗ്രൗണ്ടായിട്ട് കൊടുക്കുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചു, നിങ്ങൾ നോക്കാം. പിന്നെ ഞാൻ സിമുലേഷൻ ചെയ്യാൻ പോവാണ്. കണ്ടോ, ഈ ലൈറ്റും കത്തുന്ന കണ്ടില്ലേ? ഇപ്പം ഇതും 13 ഞാൻ ഇവിടെ കോഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇതിൻ്റെ കോഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഞാൻ ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം ഇതാണ് ഇതിനകത്ത് മെയിൻ ബേസിക്കായിട്ട് സംഭവം. ഇപ്പോൾ LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നു, ഓഫ് ആവുന്നു. അപ്പോൾ അതല്ല ഇതിനകത്ത് ലോജിക്കായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ കോഡൊന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് പിൻ മോഡ് എടുത്തിട്ട് ഞാൻ ഏത് പിന്നിലോട്ടാണ് എനിക്ക് വോൾട്ടേജ് എന്ന് പറയുമ്പം ഈ 5 വോൾട്ട് പോകേണ്ടതെന്ന് ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചു. എങ്ങോട്ട് പിൻ മോഡ് 13. ഞാൻ 13 അല്ലേ കൊടുത്തേക്കുന്നത്, S13 ഞാൻ ഇത് അതിൻ്റെ പോസിറ്റീവ് കൊടുത്തേക്കുന്നത്. അതിന് ഔട്ട്പുട്ടല്ലേ പോയേക്കുന്നത്, ഔട്ട്പുട്ടാണ് പോയേക്കുന്നത്. ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ വോയിഡ് ലൂപ്പിനകത്ത് ഈ ലൂപ്പിൽ നിങ്ങൾ നോക്കണം എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ റൈറ്റ് 13 ഹൈ എന്ന് പറഞ്ഞ് വന്നേക്കുന്നത് കണ്ടില്ലേ? 13 പിന്നിൽ ഹൈ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 5 വോൾട്ട്. ഓക്കെ, അപ്പോൾ അത് കൊടുക്കാൻ നേരത്ത് എന്നിട്ട് ഡിലേ ഇത് മില്ലി സെക്കൻഡ്സ് ആണ്. 1000 മില്ലി സെക്കൻഡ്സ് ആണ് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിലേ എന്ന് പറഞ്ഞ ഡിലേ കൊടുത്തു. അപ്പോൾ നമുക്ക് ഒരു ടൈം കൊടുത്തു, ഡിലേ ആക്കി. ഒന്ന് ഓഫ് ഹൈ വോൾട്ടേജ് അതിന്, പിന്നെ ഒരു സെക്കൻഡ് ഡിലേ. അത് കഴിഞ്ഞ് ഡിജിറ്റൽ റൈറ്റ് ലോ എന്ന് പറയുന്നത് എന്താ 0 വോൾട്ട് എന്ന് പറയുമ്പം 13ാമത്തെ പിന്നിൽ 0 വോൾട്ട് സപ്പോർട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നവർ. പിന്നെ ഡിലേ 100 അതായത് 1000 എന്ന് പറയുമ്പോൾ വീണ്ടും ഇതൊരു ലൂപ്പിലാണ് കിടക്കുന്നത് എന്ന് പറയുമ്പം ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു കോഡ് ഒറ്റ തവണ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ മാത്രമേ എഴുതാൻ പാടുള്ളൂ, ഒറ്റ തവണയാണ്. ഇപ്പോൾ വേർഡ് ലൂപ്പിലാണ് കിടക്കുന്നതിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കയറി ഇറങ്ങി ലൂപ്പ് ഫുള്ള് കവർ ചെയ്തുകൊണ്ടിരിക്കും. എന്ന് പറയുന്നത് ഇവിടെ ഡിലേ കഴിഞ്ഞാൽ നേരെ വീണ്ടും ഇതിൽ പോകും. അതുകൊണ്ടാണ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് കത്തുന്നത്. ഇതുണ്ടോ, കണ്ടില്ലേ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് കത്തുന്നത്. ഇപ്പം ഞാൻ ഈ കുറച്ച് കോഡ് മാറ്റി വ്യത്യാസം കാണിച്ചു തരാം. ഇപ്പോൾ നോക്കിക്കോ, ഒരു ഡിലേ അല്ല, ഞാനിവിടെ ഈ കോഡങ്ങ് മാറ്റുന്നു, ഇത്ര മാറ്റുന്നു. അപ്പോൾ ഏകദേശം അത് ഫുൾ ടൈം കത്തിയിരിക്കും. അത് ആ ലൈറ്റ് അണയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് നമുക്കിതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ ഈ ലൂപ്പിലെ കുറച്ച് കാര്യം, ഈ ഹൈയും ലോയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി തരാം എന്താ സംഭവം. ഇതിനാദ്യം ഈ കോഡ് ഫുള്ള് കളയാൻ പോവാ. എന്നിട്ടൊന്ന് ടേൺ ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം. നിങ്ങളതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ലൈറ്റ് ഫുൾ ടൈം ഓണായിട്ട് കിടക്കുന്ന കണ്ടില്ലേ? അതാണ് ഈ ലൈറ്റ് ഈ ലൈറ്റ് എന്ന് സത്യം പറഞ്ഞാൽ ഈ 13 പിന്നിൽ വരുന്ന ഒരു LED സിഗ്നൽ പിന്നായിട്ട് ജസ്റ്റ് ആർഡിനോ ചെക്ക് ചെയ്യാനൊക്കെയായിട്ടുള്ള ഈ ലൈറ്റാണത്. അത് ആർഡിനോ ബോർഡിൽ എപ്പോഴും ഇൻബിൽട്ടായിട്ട് ഈ ലൈറ്റ് കാണും. അപ്പം നമ്മൾ 13 എക്സ്റ്റേണൽ സപ്ലൈ കൊടുത്താലും ഇങ്ങനെ ലൈറ്റ് കത്തും, ഇതിനകത്താണെങ്കിലും ലൈറ്റ് കത്തും. 13 പിന്നിലെ ലൈറ്റാണ് അത് സൂചിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കണ്ടില്ലേ ഈ ലൂപ്പിൽ ഹൈ എന്ന് കിടക്കുന്നില്ലേ? ഇപ്പം ഞാൻ ഇവിടെ ലോ ആക്കി തരാം. നോക്കൂ, ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ലോ ആക്കാം. നോക്കിക്കോണേ, ലോ ആക്കുമ്പോൾ എന്തായിരിക്കും അവിടെ 0 വോൾട്ടായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. നോക്കിക്കോ, ഇപ്പോൾ ലൈറ്റ് കത്തുന്നുണ്ടോ? ഈ വോയിഡ് ലൂപ്പ് ഇതിൽ ലൈറ്റ് കത്തുന്നുണ്ടോ? ഇല്ല, ബ്ലിങ്ക് ആവുന്നില്ല. അതാ ഈ ലൈറ്റ് ഓഫായി, ഈ ലൈറ്റ് ഓഫായി കണ്ടില്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്.